ലിറ്റിൽ ഹൗസ് കുട്ടിപ്പുര. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഉദ്യമം വളരെ 3G ആയിട്ട് മിനീരിറക്കിക്കൊള്ളാനാണ് പറയണേ. മനസ്സിലായില്ലേ? ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്. അപ്പൊ എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നത്. എന്റെ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബ് ചാനൽ തുടങ്ങും, അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടായി വന്നൊരു പ്രോസസ്സാണ്. അപ്പോ ഇത്രയും നാൾ നമ്മൾ ഷോർട്സ് അല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ലോങ് വീഡിയോ എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കിത് എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ, അപ്പൊ പിന്നെ എടുത്തെടുത്ത് പഠിക്കാന്ന് വിചാരിച്ചു അല്ലേ. അപ്പം ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹാഫ് ഡേ ആണ്. അതായത് ഒരു ഫുൾ ബിസി ഡേ ഇൻ മൈ ലൈഫാണ് ശരിക്കും ഇത്. ശരിക്കും എല്ലാ ദിവസങ്ങളും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ആവാറില്ല, ചിലപ്പോൾ ഇതിനേക്കാളും ബിസി ആവാറ്. മോസ്റ്റ് ഓഫ് ദി ടൈം നല്ല ബിസിയാണ് ആവാറ്. സ്ലോ ഡേയ്സ് നമ്മുടെ ലൈഫിൽ ഭയങ്കര കുറവാണ്. ബിക്കോസ് നമ്മൾ നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടാൾക്കും നല്ല ബിസി ആയിട്ടുള്ള ഡേയ്സ് ആണ് എപ്പോഴും ഉണ്ടാവാറ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സമയം എത്രയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ, 2:45 സമയം. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഏകദേശം 3 മണിയാവും. നമുക്കാണെങ്കിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഓരോന്നും വഴിക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. കുറച്ച് പർച്ചേസ് ഉണ്ട്. പിന്നെ മോൻ ഇവിടെ ഇല്ല, മോൻ മിൻചാന്റെ വീട്ടിലാണ്. അപ്പം അവിടെ പോയിട്ട് മോനെ എടുക്കണം. എന്നിട്ട് പിന്നെ എന്റെ വീട്ടിൽ പോകണം. എന്നിട്ട് പിന്നെ തിരിച്ച് വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരണം. വൈകിട്ടല്ല, മീൻസ് രാത്രി ഇങ്ങോട്ടേക്ക് വരണം. അപ്പൊ ഒരു ഹറി ഡേ ആയിരിക്കും. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒരു വ്ളോഗായിട്ട് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടത് നല്ല വെയിലാണ്. നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയില. അവിടെ എത്തുമ്പോഴത്തേനും ടാൻ അടിച്ച് കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ പാട്ടൊന്നും എനിക്ക് പാടി തന്നിട്ടില്ലല്ലോ. പ്രൊട്ടക്ഷൻ ഒരു കുറവ് നമ്മൾ വരുത്താൻ പാടില്ലല്ലോ. ഫ്ലാഷ് ഓഫ് ആണെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ എന്താ ഫ്ലാഷ് നമ്മൾ ഓഫ് ചെയ്തതാ ആണോ? കടക്കൂ, ഞാൻ ഗേറ്റ് അടച്ചിട്ട് കയറാം. അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ നല്ല കത്തി നിൽക്കുന്ന വെയിലാണ്. നമുക്ക് ആദ്യം എന്താണെന്ന് പറയുക വേണ്ടേ, ആദ്യം നമുക്ക് കേർട്ടൻ്റെ ഷോപ്പിലേക്ക് പോകണം. അതായത് വീട്ടിലെ ഫേർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കേർട്ടൻസ് പർച്ചേസ് ചെയ്യണം. അതല്ലേ ചക്കോളാസ്? ദാറ്റ് ഈസ് ക്ലോസ്ഡ്. ചക്കോളാസ് ഉണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ് ഗൈസ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ചക്കോളാസ് ഇതാ. ഈ കടയില്ല എന്നാണ് പറയണത്. പക്ഷെ എല്ലാ കടയും സൺഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആയിരിക്കും, ഉറപ്പാണ്. അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളെയാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ നോക്കേണ്ടത് മരുന്ന് വാങ്ങിക്കാൻ ക്യൂ നിൽക്കണതാ പോയിട്ട് പാവം. ഇനി മരുന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേർട്ടൻ്റെ ഷോപ്പിലേക്ക് പോകാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷോപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം വിളിക്കും. നട ഉരുത്തരൂ. It is not yours. This is my glasses and please give it to me. Otherwise you want to pay for me or you need to buy a new one. തനിക്ക് വേണമെങ്കിൽ താൻ പൈസ കൊടുത്ത് വെക്കണം, വാങ്ങിക്കണം. മനസ്സിലായോ? അല്ല മൈ മണി. അപ്പം നമ്മൾ മരുന്നിനും നമുക്ക് കേട്ടൻ നോക്കാൻ പോവാം. ഓക്കെ. എനിക്ക് കണ്ണടയില്ലാണ്ടിരിക്കാൻ പറ്റില്ലടോ, കണ്ണ് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര വെള്ളം ദാഹം, ചൂടായ കാരണം തോന്നുന്നു. ചാക്കോളാസിൻ്റെ ഹോൾസെയിൽ ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷെ അതൊന്ന്
സൺഡേ ആയതുകൊണ്ട് തുറക്കില്ല എന്നാണ് നമുക്ക് കടയുടെ ഫ്രണ്ടിൽ വരെ പോയിട്ട് വരാം. കാരണം ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ കണ്ടെന്നുണ്ടെങ്കിൽ കട ഏതാണെന്ന് അറിയണമല്ലോ. We have found this shop but it seems closed. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉദ്യമം വളരെ 3G ആയിട്ട് പോയി. പിന്നെ നമുക്ക് അടുത്തൊരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകുന്നതാണ്. അപ്പോൾ വീട്ടിൽ പോകാം. അപ്പോൾ നമുക്ക് ഫർണിച്ചർ നോക്കണ്ടേ ചേട്ടാ? എന്തിനാണ് നമ്മൾ പുറത്തിറങ്ങിയത്? വെറുതെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഒരു ദിവസം പോയി. വല്ല ജ്യൂസോ ഷെയ്ക്കോ അല്ല ഇളനീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചൂട് കാരണം വല്ലാണ്ട് വെള്ളം തണിക്കുക. എന്നോട് നീരിറക്കിക്കൊള്ളാനാണ് പറയണേ. മനസ്സിലായില്ലേ? ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്. ഏതായാലും കുഴപ്പമില്ല. വാട്ട് യു ലൈക്ക്? എന്താ വേണ്ടേ? ഇവിടെ കുടിക്കല്ലേ? ഷെയ്ക്ക് കുടിക്കല്ലേ? അച്ഛന് ഇഷ്ടമുള്ളതെന്നാണ് പറഞ്ഞിരിക്കണേ. എൻ്റെ മുടിയൊക്കെ ആകെ ചപ്പറ ചിത്രമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഷേക്ക് കുടിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ പപ്പായ ജ്യൂസ് ഇവിടെ വന്നതേ. ഷുഗർ ഇടണ്ടെന്ന് പറയാൻ മറന്നുപോയി. കരിക്ക് കുടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ അച്ഛനമ്മയ്ക്കും കഴിക്കാനായിട്ട് പേരയ്ക്കും തണ്ണിമത്തനും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്യാഷ്. 267. തൂക്കാൻ പറ്റുമല്ലോ അല്ലേ? തൂക്കാം. Oh my God, I can't do this, man. Please do this for me. കവർ പൊട്ടി. അപ്പോൾ നമ്മൾ വേറെ പ്ലാനുകളൊന്നും നടക്കാത്തത് കൊണ്ട് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇൻഷാൻ്റെ വീട്ടിലേക്ക് പോകും. ഓക്കെ, തിരിച്ച് നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് വരും. നമുക്ക് ചാപ്പിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മളതാ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇച്ചാപ്പിയുടെ എക്സ്പ്രഷൻ നോക്കാം. മിക്കവാറും അവിടെ ഉണ്ടാവില്ല അല്ലേ? ചേട്ടൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടോ? മിക്കവാറും വീട്ടിലുണ്ടാവില്ല. അമ്മയും ചിലപ്പോഴുണ്ടാവുള്ളൂ. അച്ഛനുണ്ടോ? വീടെത്താറായി നമ്മുടെ. ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ വരുന്ന കാരണം അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അടിക്കുമ്പോൾ വരുമോ നോക്കാം. അവിടെ ഇല്ലാന്ന്, ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അവിടെയും ചിലപ്പോൾ ചേട്ടൻ്റെ അവിടെ. അവിടെ തന്നെയാണ് ആമിയുടെ ശബ്ദം കേൾക്കുന്നത്. അവിടെയാ അവിടെയാ അവിടെയാ. എവിടെയാ ഒന്ന് കാണാൻ? വരില്ല എനിക്ക് തോന്നണേ. കൊണ്ടുപോകാനല്ലേ വരുന്നേ. അത് കാരണം നല്ല സ്നേഹമുള്ള മോനാ. ഞങ്ങളിവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നതാന്ന് വിചാരിച്ചിട്ട്.
ഇച്ചാപ്പി എന്താ വിളിച്ചിട്ട് വരാത്തെ? ഇച്ചാപ്പിയുടെ ചെരുപ്പ് വന്നിട്. ഇട്ടിട്ട് പോ. ആരെ കൊണ്ട്? നിങ്ങളെ കൊണ്ട്. എന്തത്? ഹലോ ഗൈസ്, നോക്കിക്കേ, അമ്മ വീഡിയോ എടുക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. 2 പേര് ഇവിടെ എന്താ കാണിച്ചോണ്ടിരിക്കണം നോക്കിയേ. ബലൂണില് കാറ്റടിക്കുക അല്ലേ? ടെക്നിക്കാണോ അത്? കുങ്ഫോ? അങ്ങോട്ട് വാ, ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. വാ. മതി പിടിക്കുന്നിട്ട്. അതായി കുഞ്ചു. അവൻ ദൂരണു. പൊട്ടനുണ്ടാവും. ഞാൻ നേരത്തെ മരിക്ക് വെച്ചാറുന്നില്ലേ നേരത്തെ. മതി, ഇനി പോവാം. വാ. ആമിയുടെ കലാവിരുത്. ഇത് അവൾ എഴുതിയതാണോ? നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ടുണ്ടല്ലോ. ലിറ്റിൽ ഹൗസ് കുട്ടിപ്പുര. അങ്ങനെ ഇച്ചാപ്പിനെ വിളിച്ചിട്ട് വരാണ്ടായപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി ചായ കുടിക്കാൻ പോയി. അങ്ങനെ ചായ കുടി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇച്ചാപ്പിയുടെ സ്കൂളിലെ ആനുവൽ ഡേയുടെ പെർഫോമൻസ് അച്ചാച്ചനും അച്ചമ്മയ്ക്കും കാണിച്ചു കൊടുത്തത്. അവർക്ക് 2 പേർക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ കുടിക്കാൻ പോരണതിൻ്റെ പിന്നാലെ അവർ 2 പേരും പോരുകയും ചെയ്തു. അപ്പം നമുക്കൊന്ന് മുറ്റടിക്കാം. മുറ്റത്ത് അധികം ആൾക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മുറ്റം അടിച്ചിട്ട് കൊടുക്കാം. പേര് വന്നിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ തട്ടെടുത്ത് കൊണ്ടുപോവാണ് ഗൈസ്. കണ്ടില്ലേ? പിന്നെ വെറുതെ കാണിക്കണ്ടോ യാമി ഓരോടും ഇങ്ങനെ കാട്ടി വെക്കും. അതാണ് യാമിന്റെ കളിട്ട ഗൈസ്. അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അമ്മ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു 2 തരത്തിൽ അരിഞ്ഞതുണ്ട്, പിന്നെ ചീര അരിഞ്ഞതുണ്ട് എനിക്ക് ഉപ്പേരി വയ്ക്കാൻ, പിന്നെ കുരുമുളകും പച്ചമുളക് മുരിങ്ങക്കായ. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇത് നമുക്ക് പാക്ക് ചെയ്യാം. മോൾക്ക് പോയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കെട്ടിപ്പിടിച്ച് ഉമ്മന്ന്. അപ്പൊ ഗൈസ്, നമ്മള് ഇപ്പൊ മണ്ണമ്പെട്ടിന്ന് തിരിച്ച് എങ്ങോട്ടാ പോണെന്ന് ചേട്ടാ? അല്ല അല്ലേ, പറയണോടത്തേക്ക് പോവാന്നാ പറഞ്ഞിരിക്കണേ. പക്ഷെ ഇനിയിപ്പം നമുക്കിന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. മീൻസ് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പം നമുക്ക് അടുത്തൊരു ദിവസം ഒരു ഹാഫ് ഡേ അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ, അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അല്ലാതെ ഇപ്പോൾ രാത്രി പോയിട്ട് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് പോകേണ്ടി വരും. പ്രത്യേകിച്ച് കാര്യമില്ല എന്നല്ല, അച്ഛനമ്മേനെ കാണാം, പക്ഷേ
ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ അടുത്ത ദിവസം വീണ്ടും പോകേണ്ടി വരും. സോ ഇനി നമുക്ക് നേരാമലേക്ക് പോകാം. ശിവരാത്രി ആയതുകൊണ്ട് നമ്മുടെ വടക്കുന്നാഥനില് ലേസർ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴൊന്നും അടിക്കാറില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. കണ്ടോ നമ്മുടെ വടക്കുന്നാഥൻ്റെ ഒരു ഭംഗി. അതുപോലെ തന്നെ ശിവരാത്രി ആയ കാരണം നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ വണ്ടികളുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ശിവരാത്രി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ അമ്മല വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. രാത്രി ഒരു 8 മണിയൊക്കെ ആയി ഇപ്പോൾ സമയം. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് അമ്മ ചോറ് തന്നയച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കിയിട്ട് പെട്ടെന്ന് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്രയും നമ്മുടെ ഒരു ഇതോട് കൂടിയിട്ട് ഈ ഒരു വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോസിൽ കാണാം.